ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചവെള്ളം എഡ്യൂക്കേഷന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു എക്സാം ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും എക്സാം എഴുതി അതിന്റെ മാർക്കുകളൊക്കെ നോക്കുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്, എന്തൊക്കെ ആ ഒരു എത്ര ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പൊ നമുക്കിപ്പം കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പം പലരും നമ്മുടെ അധികം നമ്മുടെ ഫ്രണ്ട്സൊക്കെ അതിൽ എക്സാം എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും അല്ല. ഓക്കെ, എന്ന് വെച്ചിട്ട് പല ആളുകളും പറയുന്ന പോലെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അല്ല. അതെന്തുകൊണ്ടാണ് ഈസി അല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, എന്തായാലും വിഷമമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. കാരണം നമ്മൾ പഠിക്കുന്ന PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ നെഗറ്റീവ് മാർക്ക് അടിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് അടുപ്പിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് തന്നെ അത് സ്റ്റേറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. നമുക്ക് അറിയുന്ന ഫാക്ട്സ് തന്നെ ആയിരിക്കും. അപ്പൊ അതിൽ അറിയുന്ന ഫാക്ട്സ് ആയതുകൊണ്ട് നമ്മൾ ചടിക്കേറി കറപ്പിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നെഗറ്റീവ് മാർക്ക് അടിക്കാൻ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇന്നത്തെ പരീക്ഷയുടെ പ്രധാന പ്രശ്നം എനിക്ക് തോന്നുന്നത് ആ നെഗറ്റീവ് മാർക്കിലേതായിരിക്കും. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ഭയങ്കര വിഷമമായിട്ട് തോന്നുന്ന ഒരു പരീക്ഷ ആയിരിക്കില്ല. ഒരു ആവറേജ്, ഒരു ഈസി, ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന പരീക്ഷയായിരിക്കും. അതിൽ തന്നെ ഏറ്റവും കുറവ് നെഗറ്റീവ് മാർക്ക് വാങ്ങുന്നവരായിരിക്കും എന്ത് ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റ് മുന്നോട്ട് വരാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് കണ്ടു. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് 2-3 ക്വസ്റ്റ്യൻസ് കണ്ടു. അതില് നമ്മുടെ ആ ഓപ്പറേഷന്റെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് വാർത്താ സമ്മേളനം നടത്തിയ ആൾക്കാരുടെ ആ ഒരു സൈന്യത്തിന്റെ ഫീമെയിൽ ഓഫീസേഴ്സിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി, നമ്മുടെ പുതിയ ചീഫ് സെക്രട്ടറിയുടെ പേര്, 50ാമത്തെ ചീഫ് സെക്രട്ടറിയുടെ പേര് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കറണ്ട് അഫയേഴ്സിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൂടാതെ നമ്മുടെ ഭരണഘടന പറയുകയാണെങ്കിൽ തന്നെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായെങ്കിൽ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഭരണഘടന. എനിക്ക് ഇതില് ഈ ഒരു പരീക്ഷയിൽ ഒരല്പം വിഷമമായിട്ട് തോന്നി നമ്മുടെ ഹിസ്റ്ററി പാർട്ടാണ്. ഹിസ്റ്ററി പാർട്ട് ഒരല്പം ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഒരു കൺഫ്യൂസിങ് വരുന്ന പോലെ ചോദിച്ചു എന്നൊരു ഡൗട്ട് ഉണ്ട്. ബാക്കി ഭരണഘടനയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചോദിച്ച് മീൻസ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്, അത് മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ 1 മാർക്കോ 2 മാർക്കോ അങ്ങോട്ട് തെറ്റിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ അപ്പോയിന്റ്മെന്റ്സ്, സ്റ്റേറ്റ് പബ്ലിക് സർവീസ്, നമ്മുടെ നേരത്തെ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്ന ആര് എന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച, അത് നമ്മുടെ INC-യുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതി പോകാൻ പോകുന്നുണ്ട്. പിന്നെ ഇത് ഒരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആദായ നികുതി പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണെന്നാണ്. അപ്പോൾ അത് ചിലർക്കും എന്തെങ്കിലും ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മഹാത്മാഗാന്ധി ദേശീയ പദ്ധതി, ഗ്രാമീണ പദ്ധതിയുടെ ബന്ധപ്പെട്ട ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഈ 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഏത് കറപ്പിക്കണം എന്നുള്ള ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അവിടെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. ഇവിടേക്കാണ് എന്ത് ചെയ്യുക, മാർക്ക് പോകുമെന്ന് തോന്നുന്നു. ഇത് സ്ഥിരമായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. സർക്കാർ നയനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതൊക്കെ എന്നുള്ളത് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും പലർക്കും. അതുപോലെ 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 2ാമത്തെ അപ്പോയിന്റ്മെന്റ് ഇതായിരുന്നു. നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ചീഫ് സെക്രട്ടറി ചോദിച്ചു, നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ആര് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചു. പലർക്കും അത് കിട്ടിയിട്ടുണ്ടാവില്ല, കുറച്ച് പേർക്ക് മാത്രമേ അത് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതുപോലെ സയൻസ് എനിക്ക് തോന്നുന്നു വലിയ ഒരു വിഷമമുള്ളതല്ല. നമ്മൾ ഓൾറെഡി കാണുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു സയൻസിന്റെ ഉണ്ടായിരുന്നു. 1-2 ക്വസ്റ്റ്യൻസ് ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയെല്ലാം തന്നെ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ ഈ ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണെന്നൊക്കെ PSC പണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് എല്ലാവർക്കും അറിയണമെന്നില്ല ചിലപ്പോ. അപ്പൊ അത്തരം കൺഫ്യൂസിംഗ് ആയ ക്വസ്റ്റ്യൻസ്, അതായത് പറഞ്ഞത് എല്ലാ പാർട്ടും ഈസി ആണെങ്കിൽ കൂടി എല്ലാ പാർട്ടിലും 1-2 കൺഫ്യൂസിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് അടിക്കാൻ സഹായിക്കുന്ന മീൻസ് ഞാനത് നമ്മുടെ ഒരു സർക്കാസം പറയുന്നതാണ്, നെഗറ്റീവ് അടിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ വായിച്ചു നോക്കുമ്പോൾ, അപ്പൊ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അത് 3 വായിച്ചു നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. കാരണം നമുക്കത് ഓൾറെഡി ചോദിച്ചുകൊണ്ടിരിക്കുന്ന, സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൽ വലിയൊരു തർക്കങ്ങളില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇതിന്റെ നമ്മുടെ GK പാർട്ടിലേക്ക് വരുമ്പോൾ ഏകദേശം വളരെ എളുപ്പത്തിൽ തോന്നുമെങ്കിലും ഒരു നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉള്ളത് പോലെ തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയത്. അതിന്റെ നമ്മുടെ ആക്ടുകളെ കുറിച്ചൊക്കെ, മീൻസ് ഇമ്പോർട്ടന്റ് ലോസിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഇതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്ത് എല്ലാ പോയിന്റ്സും അറിയുന്നവർക്ക് മാത്രമേ അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ചോദിച്ചിട്ടുണ്ട്, വിവരാവകാശം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്കൊന്നു നമ്മുടെ പോക്സോ ചോദിച്ചിട്ടുണ്ട്, ഗാർഹിക പീഡന നിരോധന നിയമം, എല്ലാ നിയമത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ
പറഞ്ഞ മാത്സ് മലയാളം ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ ഇത് ലാബ് അസിസ്റ്റന്റ് എക്സാം ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ലാബ് അസിസ്റ്റന്റ് എക്സാം ഞാൻ റേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു മോഡറേറ്റ് ടു ഇയർലി എന്താണ് ഈസി ടു മോഡറേറ്റ് റേഞ്ചിൽ, അവിടെ ഈസി അല്ല എന്നാൽ അത് മോഡറേറ്റും അല്ല, ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അതിൽ പ്രധാന കാര്യം ഞാൻ പറയുന്നത് നമ്മുടെ നെഗറ്റീവ് വരാനുള്ള ഒരു ചാൻസ് തന്നെയാണ്. പിന്നെ ഇതൊരു ലാബ് അസിസ്റ്റന്റ് എക്സാം ആണ്, അത് ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് ആണ് വരിക, ഡിസ്ട്രിക്ട് വൈസ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഡിസ്ട്രിക്റ്റിനും കൂടിയും കുറഞ്ഞ് നമ്മൾ കഴിഞ്ഞ LDCയിലൊക്കെ കണ്ട പോലെ, ഡിസ്ട്രിക്ട് ASMലൊക്കെ കണ്ട പോലെ, VFAയിലൊക്കെ കണ്ട പോലെ കൂടിയും കുറഞ്ഞും തന്നെ ആയിരിക്കും എന്ത് ചെയ്ത് കട്ട് ഓഫ് വരുന്നത്. ഏകദേശം 150ഓളം ആവറേജ് 150ഓളം വേക്കൻസീസ് ഒക്കെ അഡ്വൈസ് ഒക്കെ പോകുന്ന ഒരു ലിസ്റ്റ് ആണ് ഈ നമ്മുടെ ലാബ് അസിസ്റ്റന്റ് ലിസ്റ്റ്. അപ്പൊ എന്തായാലും ആ ഒരു റേഞ്ചിലാണ് ഉള്ളത്. എന്തായാലും ഇതിന്റെ കട്ട് ഓഫ് കാര്യം നമുക്ക് ഇപ്പൊന്നും പറയാൻ പറ്റില്ല, കുറച്ചും കൂടി ഡീറ്റെയിൽസ് അറിഞ്ഞുള്ളത്, അതായത് പരീക്ഷ എഴുതിയ ആ ഒരു സ്ട്രെസ്സിൽ ഇരുന്നുകൊണ്ട് പരീക്ഷ എഴുതിയ ആൾക്കാരുടെ റെസ്പോൺസും കൂടി അറിഞ്ഞ ശേഷം മാത്രമേ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. സോ അതും കൂടി കുറച്ച് അറിഞ്ഞ ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു റേഞ്ച് നമുക്ക് പറയാം. എന്തായാലും എന്താണ് വളരെ താഴ്ന്നു പോകുന്ന ഒരു കട്ട് ഓഫ് ഒന്നും ഒരിക്കലും ഇതിന് വരില്ല എന്ന കാര്യത്തിൽ ഷുവർ ആണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടി അനലൈസ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ഒരു പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ആവറേജ് ഒരു മീഡിയം ടു ഈസി ലെവൽ നിൽക്കുന്ന, അതിന്റെ മുകളിലോട്ട് പോകാത്ത അല്ലെങ്കിൽ ആവറേജിന് മുകളിലോട്ട് ഒരിക്കലും പോകാത്ത ഒരു എക്സാം തന്നെയായിരുന്നു. ആ ഒരു റേഞ്ചിലാണ് ഈ എക്സാം വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു കട്ട് ഓഫ് ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, മറ്റ് ഇതിന്റെ ആൻസറും കാര്യങ്ങളും ഇതിന്റെ ഒരു കട്ട് ഓഫും വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അത് എന്തായാലും എക്സാം കഴിഞ്ഞ ഉടനെ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം തോന്നി. അപ്പൊ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്